അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ മനുഷ്യനോട് മുതൽ കൽപ്പിക്കപ്പെട്ട വിഷയം, ആദ്യത്തെ വിഷയം എന്താ? നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ മനുഷ്യനെ ഏൽപ്പിച്ച ആദ്യത്തെ വിഷയം എന്താ? ഉൽപ്പത്തി മുതൽക്ക് തന്നെ അല്ലാഹു തആല നിർദ്ദേശിച്ച വിഷയം എന്താ? എന്നോട് പൂർണ്ണമായും എന്റെ ഉലൂഹിയത്ത് നിങ്ങൾ അംഗീകരിക്കണം, നിങ്ങൾ എന്റെ മുമ്പിൽ അബ്ദിയത്ത് സമർപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആധിപത്യം അല്ലാഹ്ക്ക് മാത്രമാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കണം. ഇതാണ് ആദ്യത്തെ കൽപ്പന. മനുഷ്യയുഗത്തോട് അല്ലാഹു തആല ചെയ്ത ആദ്യത്തെ കൽപ്പനയാണിത്. ഉഅ്ബുദൂ റബ്ബക്കും ഐ വഹ്ശിദൂ റബ്ബക്കും, നിങ്ങളെ റബ്ബിന്റെ ഏകത്വത്തെ നിങ്ങൾ അംഗീകരിക്കണം, അവന്റെ വഹദാനിയത്തിനെ നിങ്ങൾ അംഗീകരിക്കണം, അവന്റെ മാലിക്കീയത്തിലുള്ള വഹദാനിയത്ത് അംഗീകരിക്കണം, ഖാലിഖീയത്തിലുള്ള വഹദാനിയത്ത് അംഗീകരിക്കണം, ഫാഇലിയത്തിലുള്ള വഹദാനിയത്ത് അംഗീകരിക്കണം. ഉടമസ്ഥതാധികാരത്തിൽ അല്ലാഹു ഏകനാണ്, നിർമ്മാണാധികാരത്തിൽ അല്ലാഹു ഏകനാണ്, നിയന്ത്രണാധികാരത്തിലും അല്ലാഹു ഏകനാണ്. ഇതാണ് 3 തരത്തിലുള്ള തൗഹീദ്. ഒന്നാമത്തെ തൗഹീദ് എന്താ? ഈ ആകാശം അല്ലാഹുവിന്റേതാണ്, അല്ലാഹുവിന്റേത് മാത്രമാണ്. ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ഒരു വസ്തുവിനോ ഈ അധികാരത്തിൽ പാർട്ണർഷിപ്പ് ഇല്ല. ഈ ഭൂമി ഇല്ല, അല്ലാഹുക്കുള്ളതാണ്. ഭൂമിയുടെ കാര്യത്തിൽ ഒരു വ്യക്തിക്ക് പാർട്ണർഷിപ്പ് ഇല്ല, ഒരു ശക്തിക്ക് പാർട്ണർഷിപ്പ് ഇല്ല, ഒരു വസ്തുവിന് പാർട്ണർഷിപ്പ് ഇല്ല. ഈ രീതികൾ എന്റെ അല്ലാഹ്ക്ക് മാത്രമുള്ളതാണ് ഈ ആകാശവും ഭൂമിയും. വമാ ഫീഹിൻ, അതിലുള്ള സർവസ്വവും. എന്താ അംഗീകരിക്കേണ്ട? അല്ലാഹുവിനെ പറ്റി അംഗീകരിക്കേണ്ട എന്താ? ആദ്യമായിട്ട് അംഗീകരിക്കേണ്ടത് ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഇതെല്ലാം എന്റെ അല്ലാഹ്ക്ക് അവകാശപ്പെട്ടതാണ്. ഒരു ശൈഖിന് ഇതിൽ പാർട്ണർഷിപ്പ് ഇല്ല, ഒരു തങ്ങക്കിൽ പാർട്ണർഷിപ്പ് ഇല്ല, ബാവക്ക് പാർട്ണർഷിപ്പ് ഇല്ല, ബീവിക്ക് പാർട്ണർഷിപ്പ് ഇല്ല, സാമിക്ക് പാർട്ണർഷിപ്പ് ഇല്ല, അമ്മക്ക് പാർട്ണർഷിപ്പ് ഇല്ല, അച്ഛന് പാർട്ണർഷിപ്പ് ഇല്ല, ജാറത്തിന് പാർട്ണർഷിപ്പ് ഇല്ല, ആർക്കും പാർട്ണർഷിപ്പ് ഇല്ല, മരിച്ചവർക്കും പാർട്ണർഷിപ്പ് ഇല്ല, ജീവിച്ചിരിക്കുന്നവർക്കും പാർട്ണർഷിപ്പ് ഇല്ല, ജീവിച്ചിരിക്കുന്നവർക്കും പാർട്ണർഷിപ്പ് ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മാലിക ഇല്ലല്ലാഹ്. തുടക്കം. രണ്ടാമത്തെ എന്താണ്? അല്ലാഹുവിന്റെ നിർമ്മാണാധികാരത്തെ അംഗീകരിച്ചു കൊടുക്കണം. ആകാശത്തെ നിർമ്മിച്ചവൻ എന്റെ അല്ലാഹുവാണ്, അതിൽ അല്ലാഹ് ആരും ഒന്നിച്ചില്ല. ഭൂമിയെ നിർമ്മിച്ചവൻ എന്റെ അല്ലാഹുവാണ്, അതിൽ ആരും പാർട്ണർഷിപ്പില്ല. എന്നെ സൃഷ്ടിച്ചവൻ എന്റെ അല്ലാഹുവാണ്, എന്റെ മക്കളെ സൃഷ്ടിച്ച എന്റെ അല്ലാഹുവാണ്, തെങ്ങിൽ തേങ്ങ കഴിപ്പിക്കുന്നത് എന്റെ അല്ലാഹുവാണ്, മാവിൽ മാങ്ങ കഴിപ്പിക്കുന്നത് എന്റെ അല്ലാഹുവാണ്. ഇതിലൊരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ ഒരു വസ്തുവിനോ ഒരു തരത്തിലുള്ള പാർട്ണർഷിപ്പും ഇല്ല. രണ്ടാമത്തെ വഹദാനിയത്ത് അംഗീകരിച്ചു കൊടുക്കണം. അല്ലാഹു അടിവരയിട്ട് പറഞ്ഞ കാര്യമാണ്. യാ അയ്യുഹന്നാസ് ضرب مثل فاستمعوا له إن الذين تدعون من دون الله لن يخلقوا ذبابا لن يخلقوا ذبابا ولو اجتمعوا له وإن يسلبهم الذباب شيئا لا يستنقذوه منه ضعف الطالب والمطلوب وما قدر الله حق قدره. ഇനി എന്താ സുഹൃത്തുക്കളെ അല്ലാഹു തആല പറയണ്ടേ? ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഈ സംശയിക്കാലൊക്കെ? എന്താ പറഞ്ഞ അല്ലാഹ്? യാ അയ്യുഹന്നാസ്, ഓ മാലോകരെ, ആദമിന്റെ മക്കളെ, മനുഷ്യ സമൂഹമേ, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഉപമ പറഞ്ഞു തരാം. അല്ലാഹ് നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഉപമ പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേട്ടോളണം. ഈ രീതിയിൽ അല്ലാഹു തആല വേറെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ആദ്യം മനുഷ്യനെ വിളിക്കുക, എന്നിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ പോവുകയാണെന്ന് പറയുക, എന്നിട്ട് ശ്രദ്ധിച്ച് കേട്ടോളാൻ വേണ്ടി പറയുക. അല്ലേ? ഇത്ര രസമായിട്ട് അല്ലാഹു തആല വേറൊരു പരിപാടി പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ ഇത്ര സുന്ദരമായി ഈ ശ്രോതാക്കളെ ആകർഷിപ്പിച്ചുകൊണ്ട് അള്ളാഹു സംസാരിക്കുന്ന രീതിയാണിത്. അള്ളാഹ് അങ്ങ് കൽപ്പിട്ടാൽ മതി, കാലിക്കാണ്, അംഗീകരിക്കണം, നമുക്ക് വാജിബാണ്. പക്ഷെ അള്ളാഹു തആല മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഓ മാലോകരെ, നിങ്ങൾക്ക് നല്ലൊരു കാര്യം ഞാനിതാ പറഞ്ഞുതരാൻ പോവുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളണം. എന്നിട്ട് അള്ളാഹു തആല വിഷയം പറയാം. എന്താണ് വിഷയം? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹു
അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദേവികൾ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശൈഖന്മാർ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന തബീബിമാർ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ബാവമാർ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മരിച്ചവർ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ജീവിച്ചിരിക്കുന്നവർ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശക്തികൾ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വസ്തുക്കൾ, ഇവരാരും ഒരു ഈച്ചയെ പോലും ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല കേട്ടോ. എന്താ ഇത്ര ക്ലിയറായിട്ട് വഹദാനിയത്ത് പറഞ്ഞു തന്നാ പിന്നെയും സംശയം വരുന്നുണ്ടെങ്കിൽ അവന്റെ മന്ദബുദ്ധി നിലയർത്ഥം അല്ലേ? അത് ഇതിനേക്കാൾ ഈ തഫ്സീർ അല്ല, അങ്ങനല്ലേ? തഫ്സീറും വേണ്ട, ഹദീസും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് നേരെ അറബി ഭാഷ അറിയുന്നവർക്കെല്ലാം മനസ്സിലാവുന്ന കാര്യമില്ലേ? ഇത്ര ക്ലിയറായിട്ട് വഹദാനിയത്ത് പറഞ്ഞു തന്നാ പിന്നെയും സംശയം വരുന്നുണ്ടെങ്കിൽ അവന്റെ മന്ദബുദ്ധി നിലയർത്ഥം അല്ലേ? അത് ഇതിനേക്കാൾ ഈ തഫ്സീർ അല്ല, അങ്ങനല്ലേ? തഫ്സീറും വേണ്ട, ഹദീസും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് നേരെ അറബി ഭാഷ അറിയുന്നവർക്കെല്ലാം മനസ്സിലാവുന്ന കാര്യമില്ലേ? ഒരീച്ചയെ പോലും ഈ പറയുന്നവരാരും നിർമ്മിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, അള്ളാഹു അല്ലാത്തവരാരെങ്കിലും നിർമ്മിക്കുന്നു നിങ്ങൾ പറയുന്നുണ്ടോ? ആരെങ്കിലും? തീർച്ചയായിട്ടും പറയുന്നുണ്ട്. വളവട്ടത്തൊരു ജാറുണ്ട്, തട്ടാളങ്കര ജാറെന്ന പറയാം. ഒരു പെണ്ണുങ്ങളൊരു വയലിൽ വേവിച്ചു തന്നു. പെണ്ണുങ്ങൾ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്, എനിക്കറിയാം. അതെ, വയലിന്റെ മജ്‌ലിസിൽ ഒരുപാട് കാലമായി ദുആ ചെയ്യുന്ന ഒരു കുഞ്ഞിന് വേണ്ടി ഇതുവരെ കുഞ്ഞിനെ കിട്ടിയില്ല. തട്ടാളങ്ങനെ തങ്ങളെടുത്ത് പോയിട്ട് ഒരുപാട് പറഞ്ഞു, ഇതുവരെ കിട്ടിയില്ല. അവസാനം ഇനി നിങ്ങൾക്കറിയുന്ന ആളെ പറയാം, പുതുപ്പന്നാനി മുത്തുബീബിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയത്. എന്നെ ആ വാക്കിന്റെ അർത്ഥം നേർക്ക് നേരെ സവീലൊന്നും വേണ്ട, നേർക്ക് നേരെ ഉണ്ടോ? വയലിന്റെ മജ്‌ലിസിൽ തന്നൊരു എഴുത്താണിത്. കണ്ണൂർ വയലു പറയുമ്പോൾ ആ സദസ്സിലേക്ക് ഇത്ര എഴുത്താണ് എന്ന് വെച്ചാൽ 100% ഉറപ്പാണ് മുസ്ലിം സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം അള്ളാഹു അല്ലാത്തവർക്ക് നിർമ്മാണാധികാരമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. സംശയമില്ല കാര്യത്തിൽ. അതേ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോ പണ്ട് അലവ്, കണ്ണൂർക്കാരന് അലവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു മൊയ്തുവാജിയുണ്ട്. മൊയ്തുവാജി ആൺകുഞ്ഞിക്ക് വേണ്ടിയിട്ടോ പെൺകുട്ടിക്ക് വെച്ചെങ്ങാനും ഗുരുവായൂർ തുലാഭാരം കൊടുക്കാൻ നേർച്ചയാക്കി. അൽഹംദുലില്ലാ പിറ്റത്തെ കൊല്ലം ഒരു അദ്ദേഹം നേർച്ചയാക്കിയ കുഞ്ഞിന്റെ ആ ഭാര്യ പ്രസവിക്കുകയും ചെയ്തു. ഇപ്പൊ എന്താ സംഗതി? ഗുരുവായൂരപ്പം കുഞ്ഞിനെ കൊടുത്തു. ഇത് അള്ളാന്റെ ഏർപ്പാടാണ്. അള്ളാന്റെ പരിപാടി എന്താ? ഇവിടെ ആരോട് ചോദിച്ചാലും അള്ളാഹുവിനെ കൊടുത്തിരിക്കും. അള്ളാഹ് റഹ്മാനാണ് ദുനിയാവിൽ. യേശുവിനോട് ചോദിക്കുന്ന ക്രിസ്ത്യാനിക്ക് കൊടുക്കുന്നവനും അള്ളാഹുവാൻ. ഉസൈറോട് ചോദിക്കുന്ന ജൂതന് കൊടുക്കുന്നതും അള്ളാഹുവാൻ. രാമകൃഷ്ണന്മാരോട് ചോദിക്കുന്ന ഹിന്ദുവിന് കൊടുക്കുന്നതും അള്ളാഹുവാൻ. മമ്പർത്ത തങ്ങളോട് ചോദിക്കുന്ന മുസ്ലിമിന് കൊടുക്കുന്നതും അള്ളാഹുവാൻ. ഇവിടെ അള്ളാഹു മനുഷ്യന്റെ ആവശ്യമേ നോക്കുന്നുള്ളൂ. അവന്റെ ആദർശം ഇക്കാര്യത്തിൽ അള്ളാഹ് നോക്കുന്നില്ല. ആദർശം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കൽ ആഖിറത്തിലാണ്, ഇവിടെയല്ല. ഇവിടെ അള്ളാഹ് റഹ്മാനാണ്, ആഖിറത്തിൽ അള്ളാഹ് റഹീമാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദർശം നോക്കാതെ, മതം നോക്കാതെ, ജാതി നോക്കാതെ അടിമകളുടെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നവൻ റഹ്മാൻ. റഹ്മാൻ. അപ്പൊ ഇവിടുത്തെ ഹിന്ദുവിന്റെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നതും അല്ലാഹ്, ക്രിസ്ത്യാനിന്റെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നതും അല്ലാഹ്, ജൂതന്റെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നതും അല്ലാഹ്. ബിസ്മി ചൊല്ലി തെങ്ങ് നട്ട മുസ്ലിമിന്റെ തെങ്ങിൽ തേങ്ങ കായ്പിക്കുന്നവൻ അല്ലാഹ്. യേശുവിന്റെ നാമത്തിൽ തെങ്ങ് നട്ട ക്രിസ്ത്യാനിയുടെ തെങ്ങിലും തേങ്ങ കായ്പിക്കുന്നവൻ അല്ലാഹ്. സംശയമുണ്ടാർക്കെങ്കിലും? രാമകൃഷ്ണന്മാരുടെ പേരിൽ തെങ്ങ് നട്ട ഹിന്ദുവിന്റെ തെങ്ങിൽ തേങ്ങ കായ്പിച്ചതും അല്ലാഹ്. ആരോഗ്യത്തിന്റെയും പണത്തിന്റെയും ബലത്തിൽ തെങ്ങ് നട്ട കമ്മ്യൂണിസ്റ്റുകാരന്റെ തെങ്ങിൽ തേങ്ങ കായ്പിച്ചതും അല്ലാഹ്. എന്താ പറയുക മാത്രം ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ വരാം. അല്ല, അങ്ങനെയല്ലേ? അങ്ങനെ നമുക്ക് തോന്നിയിട്ട് അങ്ങനെയല്ലേ ഉള്ളൂ. അതോ ക്രിസ്ത്യാനിക്കൊരല്ല വേറെ, ജൂതനൊരല്ല വേറെ, മജൂസിക്കൊരല്ല വേറെ, അങ്ങനെയുണ്ടോ? ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയിട്ട് കുഞ്ഞിനെ ചോദിച്ചവർക്കും കുഞ്ഞിനെ കൊടുക്കുന്നോൻ അല്ലാഹ്.
പുതുപ്പൊന്നാനിയിലെ മുത്തുബീബിന്റെ അടുത്ത് പോയി കുഞ്ഞിനെ ചോദിച്ചവർക്കും കുഞ്ഞിനെ കൊടുക്കുന്നവനല്ല. എന്തുകൊണ്ടാണെന്നറിയുമോ? ഖാലിഖുൽ ജമീഇൽ മഖ്ലൂഖാത്ത് അല്ലാഹ്, റാസിഖുൽ ജമീഇൽ മഖ്ലൂഖാത്ത് അല്ലാഹ്. അല്ലേ? സകല ജീവികളെയും നിർമ്മിച്ചവനല്ല, സകല ജീവജാലങ്ങൾക്കും അന്നം കൊടുക്കുന്നവനും അല്ലാഹ്. സംശയമില്ല കാര്യത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യത്തിൽ നമ്മൾ സംശയം. മൗലവി സാഹിബ് തങ്ങളടുത്ത് പോയി ചോദിച്ചവർക്ക് കിട്ടിയല്ലോ, അപ്പൊ തങ്ങൾക്ക് എന്തോ സംതിങ് ഇല്ലേ? അല്ല അങ്ങനെ സംശയം അങ്ങനല്ലേ? ആ ഗുരുവായൂർ നേർച്ചയാക്കിയവർക്ക് കിട്ടിയല്ലോ, അപ്പം ഗുരുവായൂരപ്പൻ എന്തോ സംതിങ് ഇല്ലേ? വല്ലാഹി ഈ സംശയം വേണ്ട. എന്തുകൊണ്ട്? ഇവർക്കൊക്കെ ഇവിടെ വിളി കേൾക്കുന്നവൻ അല്ലാഹുവാ. രാമനെ വിളിക്കുന്ന ഹിന്ദുവിന്റെ വിളി അല്ലാഹ് കേൾക്കുന്നു, രാമൻ കേൾക്കുന്നില്ല. വൈദിശക്ക് തങ്ങളെ വിളിച്ച മുസ്ലിമിന്റെ വിളി അല്ലാഹ് കേൾക്കുന്നു, മനുഷ്യകൾ കേൾക്കുന്നില്ല. യേശുവിനെ വിളിച്ച ക്രിസ്ത്യാനിയുടെ വിളി അല്ലാഹ് കേൾക്കുന്നു, യേശു കേൾക്കുന്നില്ല. എന്നിട്ട് കുഞ്ഞിനെ അല്ലാഹ് കൊടുക്കുന്നു. കുഞ്ഞിനെ കിട്ടിയ വിവരം യേശു അറിയുന്നില്ല, കുഞ്ഞിനെ കിട്ടിയ വിവരം രാമൻ അറിയുന്നില്ല. അറിയുന്നുണ്ടോ? അവര് പോയില്ലേ? അവര് ദുര്യാവനുണ്ടെങ്കിൽ അല്ലേ അറിയല്? പിന്നെ അവരെ അറിയിക്കാൻ പ്രത്യേക ഏർപ്പാടുണ്ട്. അങ്ങനെ ഏർപ്പാട് അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇവിടെ ജനിക്കുന്ന ആളെല്ലാം ലിസ്റ്റ് മരിച്ചവർ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട് അല്ലാഹു തആല. എന്തോ സഹോദരന്മാര്, ഈമാൻ, തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് രസമാണ്, ആനന്ദമാണ്. പഠിക്കണം. നമ്മളെല്ലാം തൗഹീദിന്റെ ആളാണെന്ന് ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല. പഠിക്കണം ശരിക്ക്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കണം. ഉമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അങ്ങനെ ആവാൻ പാടില്ല. അള്ളാഹുനെ ശരിക്ക് പഠിക്കണം. അള്ളാഹു റഹ്മാനാ, അള്ളാഹു റഹീമാ. ഇവിടെ അള്ളാഹു ജാതിയും മതവും നോക്കാതെ കൊടുക്കുന്നവനാണ്. നിങ്ങളറിയോ ഒരു കഥ? ഗൾഫിൽ പോകും ചില ചെറുപ്പക്കാർ, വിഷയം കിട്ടി, ടിക്കറ്റും കിട്ടി, എല്ലാം റെഡിയായി. അങ്ങനെ ഗൾഫിൽ വന്ന് രാവിലെ 3 മണിക്ക് എഴുന്നേൽക്ക് വന്നു. തഹജ്ജുദോട് തഹജ്ജുദ്. അതിന് മുമ്പ് തള്ളിയിട്ടാ പടിഞ്ഞാറോട്ട് പോയില്ല. ഇപ്പൊ തഹജ്ജുദോട് തഹജ്ജുദ്. അന്നത്തെ ദിവസം രാവിലെ കാറിൽ പെട്ടിലെടുത്ത് വെച്ച് റെഡിയാക്കി നേരെ പള്ളിയിലേക്ക്. അവ്വൽ വഖത്തിൽ സുബഹിക്ക് 2 റക്അത്ത് സുന്നത്തും നിസ്കരിച്ച് സുബഹി നിസ്കരിച്ച് ഉസ്താദുമാർക്ക് കൈമടക്കം കൊടുത്ത് മരിച്ചവരെ പോയിട്ട് കണ്ട് നേരെ ദുബായിലേക്ക്. ദുബായി പോയിട്ട് നല്ല ജോലിയൊക്കെ കിട്ടിയപ്പോൾ ഇവർ വിശ്വാസം എന്താണ്? ഞാൻ സുബഹി നിസ്കരിച്ച് തിരിച്ചത് ഇല്ല. ദുബായിലെ സമ്പാദ്യം സുബഹിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ശിർക്കാണ്. അഴമാല ഉപയോഗിച്ച് അസ്ബാബുകളെ തേടണ്ട, അഴമാല ഉപയോഗിച്ചതാണ് ആളത്തെ തേടാൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ സുബഹി നിസ്കരിച്ചിട്ട് ഗൾഫിൽ സമ്പാദ്യം തേടണം ശിർക്കാണ്, ഒരു തരത്തിലുള്ള ശിർക്കാണ്. അത് പറ്റില്ല, അങ്ങനെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇബാദത്ത് അല്ലാഹു തആലക്കാണ്, സുബഹി അല്ലാഹ്ക്കാണ്. അല്ലാഹുവിൽ നിന്ന് ദുബൈയിൽ എന്തെങ്കിലും സംശയം? അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികൾ എത്രയാണ് ദുബായി പോയത്? അവരെത്ര കോടിയാണ് സമ്പാദിച്ചത്? അവരാരും സുബഹിക്ക് ചുറ്റുപോയവരല്ലല്ലോ, ആണോ? ഹിന്ദുക്കൾ എത്രയാണ് ഗൾഫിലെത്തിയത്? അവരെത്ര കോടിയാണ് സമ്പാദിച്ചത്? അവരാരും സുബഹിക്ക് ചുറ്റുപോയതല്ലല്ലോ. എത്ര കമ്മ്യൂണിസ്റ്റുകാരാണ് ദുബൈയിലെത്തിയത്? എത്ര കോടികളാണ് സമ്പാദിച്ചത്? അവരും സുബഹിക്ക് ചുറ്റുപോയവരല്ലല്ലോ. അപ്പൊ പിന്നെ സുബഹി ക്രിസ്ത്യാനിക്ക് കൊടുക്കുന്നവൻ അല്ലാഹ്, ക്രിസ്ത്യാനിക്ക് കൊടുക്കുന്നതോ? നമ്മളെ വിശ്വാസമൊക്കെ മാറിയിട്ടേ അല്ലാഹു ഒരുക്കപ്പെട്ടില്ലേ? എന്റെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, സഹോദരിമാരെ, ഇവിടെ സുബഹി നിസ്കരിച്ചാക്ക് കൊടുത്തതും അല്ലാഹ്, ദൂതന് കൊടുത്തതും അല്ലാഹ്, ക്രിസ്ത്യാനിക്ക് കൊടുത്തതും അല്ലാഹ്, മജൂസിക്ക് കൊടുത്തതും അല്ലാഹ്, കമ്മ്യൂണിസ്റ്റുകാരന് കൊടുത്തതും അല്ലാഹ്. എന്തുകൊണ്ട്? ആവശ്യങ്ങൾ പൂർത്തിയാക്കാമെന്നത് അള്ളാഹുവിന്റെ വഅദയാ. അടിമകളോട് അത് ആദർശം നോക്കിയിട്ടായിരിക്കില്ല. ആകാശത്ത് നിന്ന് മഴ പെയ്യുമ്പോൾ നിസ്കരിക്കുന്നവന്റെ കണ്ടത്തിൽ മാത്രമല്ല വെള്ളം, അപ്പുറത്തെ ജൂതന്റെ കണ്ടത്തിലും വെള്ളം, അപ്പുറത്തെ ക്രിസ്ത്യാനിന്റെ വയലിലും വെള്ളം, ഇല്ലേ? എല്ലാം അല്ലാഹു തആല ഓഹരി വെച്ചു കൊടുക്കും. അല്ലാഹുവിന്റെ രീതി അതാ. ആരാണ് അല്ലാഹ്? അല്ലദീ ജഅല